സർ നമ്മൾ ജാനുവരി 30 സ്റ്റുഡിയോ ഒക്കെ ബുക്ക് ചെയ്ത് വീഡിയോ ചെയ്യണം. അതായത് HSA ഇംഗ്ലീഷിന്റെ പുതിയ സിലബസ് പഴയ സിലബസും തമ്മിലുള്ള വ്യത്യാസങ്ങളെ പറ്റിയൊക്കെ വന്ന് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാണ് വന്നത്. പക്ഷേ നമ്മൾ വന്നിട്ടും സിലബസ് വന്നിട്ടില്ല. അപ്പൊ അതിനി എങ്ങനെയാണ് സർ, ഇത് മാറുമോ വരുമോ എങ്ങനെയാണ്? അതെ, നമ്മളിപ്പം ഈ ഓരോ ആഴ്ചയിലും വീഡിയോ ആയിട്ട് വന്നിരുന്നിട്ട് ഇപ്പം പരീക്ഷ നോട്ടിഫിക്കേഷൻ വരും, ഉടനെ സിലബസ് വരും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്തായാലും ഭാഗ്യത്തിന് നോട്ടിഫിക്കേഷൻ വന്നു, അപേക്ഷ അയക്കാനുള്ള അവസാന തീയതി വന്നു. ഇനി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ജനുവരി 15 സിലബസ് മാറും, ചെറിയ രീതിയിലെങ്കിലും സിലബസ് മാറും എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കമില്ല. പിന്നെ എല്ലാവരും അത് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ സിലബസ് വന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെ പഠിച്ചു തുടങ്ങും എന്നൊരു ആശങ്ക എല്ലാവർക്കും ഉണ്ട്. പഠിച്ചു തുടങ്ങിയവർ, പഴയ സിലബസ് വെച്ച് പഠിച്ചവർ, ഇനി അതിനകത്ത് ഡിലീറ്റഡ് പോർഷൻസ് വന്നാൽ ആ പഠിച്ചത് എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ഒരാശങ്ക എല്ലാവർക്കും ഉണ്ട്. മുഴുവൻ മാറുമോ, മൊത്തത്തിൽ മാറ്റം വരുമോ എന്നൊക്കെ ആശങ്കയുണ്ട്. അപ്പം ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് സിലബസ് മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സിലബസ് മാറിയാൽ എങ്ങനെയായിരിക്കും എന്നൊരു ചെറിയ ഒരു ഡിസ്കഷൻ അതുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം വളരെ വലിയൊരു സിലബസാണ് HSA ഇംഗ്ലീഷിൻ്റെ എന്ന് പറയുന്നത്. പാർട്ട് A മാറ്റി നിർത്തിയാൽ പാർട്ട് Bയിലോട്ട് വരുമ്പം ഡ്രാമ, ക്രിറ്റിസിസം, പോയട്രി, പ്രോസ് ഇവയ്ക്ക് 40 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. അതിന് വ്യക്തമായ ഒരു സിലബസും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വരുമ്പം ഇംഗ്ലീഷ് ഗ്രാമർ പ്ലസ് വൊക്കാബുലറി 20 മാർക്ക് പറയുന്നുണ്ട്. പിന്നെ വരുന്ന ലിറ്റററി ക്രിറ്റിസിസം, അതുപോലെ തന്നെ ലിറ്റററി ക്രിറ്റിസിസം ആദ്യത്തെ ഭാഗത്താണ്. പിന്നെ വരുന്നത് ഫോണറ്റിക്സ്, ലിംഗ്വിഷ് മേഖലയിൽ നിന്ന് 10 മാർക്കുണ്ട്. അതുപോലെ തന്നെ ടീച്ചിങ് മെത്തഡോളജി 10 മാർക്കുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഒരു സിലബസിൻ്റെ ഓവറാൾ എന്ന് പറയുന്നത്. അപ്പം ആദ്യം നമുക്ക് ചർച്ച ചെയ്യേണ്ടത് മാറാത്ത മേഖലകളായിരിക്കും. ഇനി എന്തു വന്നാലും മാറാത്ത പാറ പോലെ ഉറച്ചിരിക്കുന്ന കുറച്ച് മേഖലയുണ്ടല്ലോ, അത് ധൈര്യമായിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. അതേതാണെന്ന് നമുക്ക് പറയാം. അത് നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ 50% റിട്ടൻഷൻ വെച്ചിട്ടേ സിലബസ് മാറാറുള്ളൂ. പിന്നീട് അങ്ങനെ മാറിയാലും ഈ സാർ പറഞ്ഞത് കുറച്ച് അവിടെ കാണും. അതിൽ അരിസ്റ്റോട്ടലിന്റെ പോയറ്റിക്സ് ഉണ്ട്, പിന്നീട് ബേസിക് ആയിട്ടുള്ള പ്രോസും പോയട്രി ഫിക്ഷനുമാണ്. നമുക്ക് അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് പറയാൻ പറ്റാത്തത്. ഷേക്സ്പിയറിന്റെ ഒരു വർക്ക് കാണും. അപ്പോൾ നിലവിൽ നിൽക്കുന്ന മേഘത്തിനെ എടുത്ത് മാറ്റിയിട്ട് പുതിയത് വരണോ വേണ്ടോ എന്നുള്ളത് അവരുടെ കൺസേൺ ആണ്. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം മൊത്തം ആശങ്കകളാണ്. ലൈവിലോട്ടൊക്കെ കയറുമ്പോൾ ഇത് മാറുമോ? പിന്നീട് അത് മാത്രമല്ല സാർ, ശരിക്കും ഉദ്യോഗാർത്ഥികളോട് നമ്മൾ നീതി കാണിക്കണം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് സിലബസ് മാറണം എന്നുള്ളത് മാറണം എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. ബിക്കോസ് പലരും പ്രൈവറ്റ് സ്കൂളുകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. ആ ജോലി രാജിവെച്ചിട്ടും കിട്ടുന്ന തുച്ഛമായ വരുമാനം വേണ്ടാന്ന് വെച്ചിട്ട് കംപ്ലീറ്റ് HSAക്ക് വേണ്ടി പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അവരെ സംബന്ധിച്ച് ഇപ്പം അവരൊരു 3 മാസം പഠിച്ചു എന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്, അവർക്ക് സാമ്പത്തികമായിട്ട് നഷ്ടമുണ്ട്. പിന്നീട് ആ സിലബസ് മാറുമ്പോൾ അത് അനീതിയാണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് പോർഷൻസ് അവിടെ കാണും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം തൽക്കാലം സിലബസ് മാറുന്നത് വരെ നിലവിലുള്ള സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങ് പഠിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഇപ്പോൾ എൻട്രിയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ മാറുന്നെങ്കിൽ പോയട്രി, പ്രോസ്, അതുപോലെ ഡ്രാമ, ഈ മേഖലയിലുള്ള 1-2 യൂണിറ്റുകൾ മാത്രമേ മാറൂ. ആദ്യം മുതൽ നമ്മൾ പറയുന്ന ഒരു കാര്യം ഇതാണ്. മാറാത്ത മേഖലകളെന്ന് പറഞ്ഞാൽ ഗ്രാമർ പ്ലസ് വൊക്കാബുലറി, അതിനകത്ത് മാറ്റം വരില്ല. ഫോണറ്റിക്സ്, ലിംഗ്വിഷ് ആ മേഖല മാറില്ല. അതുപോലെ തന്നെ ടീച്ചിങ് മെത്തഡോളജി മാറില്ല. പിന്നെ കറണ്ട് അഫയേഴ്സ് അതും ഇനിയിപ്പോൾ എന്താണ്, സെയിം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ റിനേസൻസ്. പിന്നെ മാറുന്ന മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മേഖലയാണ്. പിന്നെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ എല്ലാം കൂടെ ഒരുമിച്ച് മാറ്റിയിട്ടില്ല. ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എൻട്രിയിലൂടെ ഈ കോഴ്സ് തുടങ്ങിയിട്ട് ഇപ്പം 3-3.5 മാസമാകുന്നു. അപ്പം ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. അധ്യാപകർ എന്തിനാണ് ഇത് പഠിപ്പിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ അധ്യാപകർക്കറിയാം ഇനി മാറിയാലും എത്രയ്ക്ക് മാറും. അത് നമുക്ക് ആ സമയത്തേക്ക് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതിനും തയ്യാറെടുക്കുന്ന അധ്യാപകരുടെ ടീമാണ് നിങ്ങളെ നയിക്കുന്നതെന്ന് ഓർക്കുക. അപ്പോൾ അവർ പ്രിപ്പയർഡാണ്. ഇനിയിപ്പോൾ മാറിയാലും അടുത്ത ദിവസം തന്നെ അതിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. അതിനെയും കൂടെ ചേർത്തുള്ള റിവിഷൻസും നിങ്ങൾക്ക് കിട്ടും. നമ്മൾ ഒരാഴ്ച സ്റ്റുഡിയോയിൽ തന്നെ വന്ന് മൊത്തത്തിൽ ജീവിച്ചിട്ടായാലും ആദ്യത്തെ ആഴ്ച തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ക്ലാസ്സുകൾ കിട്ടും. അതിലൊന്നും ടെൻഷൻ വേണ്ട. ഇപ്പം തന്നെ HSA തുടങ്ങിയതിന് ശേഷം 24 മണിക്കൂറും നമ്മൾ സ്റ്റുഡിയോയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നിങ്ങൾ ആശങ്കപ്പെടണം. ഞങ്ങൾ പറയുന്നത് നിലവിൽ കോഴ്സ് പഠിച്ചു തുടങ്ങിയ ഉദ്യോഗാർത്ഥികളാണ്. ഇനി പഠിക്കാൻ തുടങ്ങുന്നവർക്ക് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്തായാലും ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച സിലബസ് വരും. സിലബസ് വരണം. കാരണം സിലബസ് വന്നാൽ മാത്രമേ കാര്യമായിട്ട് പഠിച്ചു തുടങ്ങാൻ ഉദ്യോഗാർത്ഥികൾക്ക് തോന്നൂ. കുറച്ചുപേർ അങ്ങനെ മാറ്റി വെച്ചേക്കുന്നവരുണ്ട്. അപ്പോൾ അവരോടും കൂടെ പറയുകയാണ്, നിങ്ങൾ പഠിച്ചു തുടങ്ങുക ധൈര്യമായിട്ട്. നിങ്ങൾക്ക് അങ്ങനെയുള്ള മേഖലയാണ് സ്റ്റഡി പ്ലാൻ അനുസരിച്ച് ഞങ്ങൾ ആദ്യം തരുന്നത്. പിന്നെ നമ്മൾ ഒരു യൂണിറ്റ്
ഫോക്കസ് ചെയ്തല്ല ക്ലാസ് എടുക്കുന്നത്. നമ്മൾ എല്ലാത്തിൽ നിന്നും തുടങ്ങിയിട്ടുണ്ട്. അതായത് യൂണിറ്റ് 4 ഒഴിച്ച് യൂണിറ്റ് 4 കൾച്ചറൽ സ്റ്റഡീസ് വരുമോ ഇല്ലയോ എന്നൊന്ന് വെയിറ്റ് ചെയ്താൽ അത് ഈ ആഴ്ച തുടങ്ങും. പ്രോസ് പോയട്രി എല്ലാത്തിൽ നിന്നും നമ്മൾ പഠിപ്പിച്ചു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധ്യാപകർ ഓരോ മേഖലയിലും അല്ലാതെ ഒരു ഭാഗം മാത്രം അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്ത് ഓരോ മൊഡ്യൂളിൽ നിന്നും കുറച്ച് ഡിവൈഡ് കൊടുത്തല്ല പോകുന്നത്, മറിച്ച് ഓരോ അധ്യാപകരുടെയും മേഖല ഓരോ സ്പെഷ്യൽ ആയിട്ടുള്ള മേഖലയുണ്ട്. അപ്പോൾ ആ മേഖല അവർക്ക് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മൊഡ്യൂളും ഒരേപോലെ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ മാറും എന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കുറച്ച് പിന്നോട്ട് മാറ്റി വെച്ചിട്ട് അത് പിന്നെ തുടങ്ങാം എന്ന് ഞങ്ങളൊരു പ്ലാനിങ്ങിൽ പോവുകയാണ്. അതുകൊണ്ട് തന്നെ വേണ്ട പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ഓക്കെ, അവർ കണ്ടിന്യൂ ചെയ്ത് തന്നെ പോവുക. ഇനി പഠിക്കാൻ ഇരിക്കുന്നവർ അവരെന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ പോയട്രി ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തവർക്ക് ലിറ്റററി ഡിവൈസ് ഒക്കെ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് അറിയാം. ഏത് വർക്ക് വന്നാലും അവർക്ക് പിക്ക് ചെയ്യാൻ അറിയാം. അങ്ങനത്തെ ഒരുപാട് ഗുണങ്ങൾ കൂടി ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ആദ്യം തൊട്ട് തന്നെ പഠിച്ചു തുടങ്ങുക. സിലബസ് വരുന്നത് വരെ കയ്യിലിരിക്കുന്ന സിലബസിന് ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞ് പഠിക്കുക. സിലബസ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ക്ലാസ്സസ് അവൈലബിൾ ആകും. നമ്മൾ പിന്നെ 1-2 പേരൊക്കെ മെയിലൊക്കെ അയച്ചിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടു PSCക്ക്. അതായത് അല്ല, ശരിക്കും അത് നല്ലൊരു കാര്യമാണ്. അതായത് എന്തെങ്കിലും വെച്ചൊരു സിലബസ് ചേഞ്ച് വരാതെ ഇപ്പോഴേ മാറുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. നമ്മളും ആദ്യത്തെ സിലബസ് ചേഞ്ച് വന്നാൽ ഉടനെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം മാറ്റം വരുമെന്ന് പ്രതീക്ഷിച്ച് തന്നെ പോവുക. പിന്നെ ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത് എന്ന് പറയും. നമ്മൾ ആശങ്കകൾക്ക് ഒരു സ്ഥാനവും ഇല്ല. നിങ്ങൾ പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് തരാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ വീഡിയോ വന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് ഇൻഫോർമലായിട്ട് സംസാരിച്ചത്. വളരെ കൂളായിട്ട് ഇരിക്കുക. സിലബസ് ഉടനെ വരും. അതുപോലെ തന്നെ പഠിച്ചു തുടങ്ങുക. ഇനി കൂടെയുള്ളതിൻ്റെ എല്ലാ സിലബസ് വന്നു കഴിഞ്ഞു. PSC കൂടെ അനൗൺസ് ചെയ്ത എല്ലാ എക്സാംസിൻ്റെയും വന്നു. ടീച്ചിങ് എക്സാംസിൻ്റെ ആണ് വരാത്തത്. അതുകൊണ്ട് എന്തായാലും സിലബസ് അപ്ഡേറ്റഡ് ആയിട്ട് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുക. ഒപ്പം കയ്യിലിരിക്കുന്ന സിലബസ് വെച്ച് നന്നായിട്ട് പഠിക്കുക. മേ ബി നിങ്ങളിപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന ഒരു ചാപ്റ്റർ സിലബസിൽ റീറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ ആ ഒരു കോൺഫിഡൻസിൽ തന്നെ പോകും. ഓക്കെ, എല്ലാവരും പഠിച്ച് മുന്നേറുക. പഠിക്കാത്തവർ പഠിച്ചു തുടങ്ങുക. വിഷ് യു ആൾ ദി ബെസ്റ്റ്. താങ്ക് യു.